കല്യാണം കഴിഞ്ഞപ്പോൾ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇവർ ബസ്സിൽ ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്നത് തോളലൊക്കെ കയറ്റിട്ട് ആരെയും നോക്കാത്ത രീതിയിൽ അതൊക്കെ ഭയങ്കര ഇതായിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലേ? കണ്ടിട്ടുണ്ട്. അതിന് ഉദാഹരണമുണ്ട്. ഒരാൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണ്ട, ബസ് ഇങ്ങനെ പോയി, പെണ്ണുണ്ട്, അത് ഇയാള് അടിച്ചിറങ്ങി, അളർങ്ങണ്ട് ടിങ് അടിച്ചു, ഇയാളിറങ്ങിയിട്ട് ഇയാളുടെ പെണ്ണിനെ ഇറങ്ങായി. അപ്പൊ കണ്ടക്ടർ ആരാന്ന് ചോദിക്കും, ആരാ ആളിറങ്ങാൻ വിളിക്കേ, ഞാൻ വിളിക്കണില്ല, അവൾ ഇറങ്ങണ്ടേ ഇറങ്ങാൻ. അപ്പൊ ചോദിക്കണം എന്താ പേര് വിളിച്ചിടന്ന് ചോദിക്കും. എന്താ പേര് വിളിക്കരുത്, പേര് ഒന്നും ഓരോ കാര്യം പറഞ്ഞ ആവശ്യമാണ്. സ്ഥലത്തിറങ്ങാൻ പേര് വിളിക്കുക, അവിടെ ആള് പേരൊന്നും വിളിച്ചാൽ ശരിയാവില്ല, പേര് വിളിച്ചാൽ ശരിയാവില്ല, പേര് വിളിക്കട്ടെ, പേര് വിളിച്ചാൽ ശരിയാവില്ലേ? ആണ് ശരിയാ, പേര് വിളിച്ച് ഇങ്ങോട്ട് വിളിക്കുക ഇറക്ക്. എന്റെ ഭാര്യയാ ഞാൻ ചേട്ടാ മൂന്ന് വിളിച്ചാൽ അവിടെ ആൾക്കാർ അത്രയും നിറഞ്ഞേക്കല്ലേ ചേട്ടാ, പേര് വിളിച്ചാലേ ഇറങ്ങി. പേര് വിളിച്ചാലേ ശരിയാവില്ല. എന്താ സംഭവം? അവളുടെ പേരേ ഷക്കീല. ഇപ്പൊ ഷക്കീല പടക്കം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇയാളുടെ നാണക്കേട് കൊണ്ട് ഇയാളുടെ ഭാര്യയുടെ പേര് ഷക്കീല. ഇയാള് ഇയാൾക്ക് പേര് വിളിക്കാനുള്ള ചമ്മല് അങ്ങനെയുള്ള ആളുകളുണ്ട് പോലെ. എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛൻ എന്റെ ഭാര്യനെ ദേ എന്റെ അമ്മ അച്ഛനെ വിളിക്കാറുണ്ട്. ദേ കൊച്ചിന്റെ അച്ഛോ ഇവിടേക്ക് എവിടെ ഒരു ഇതുമില്ല, ചിലര് വിളിക്കില്ല. പക്ഷെ ഇന്നാണ് ഇപ്പൊ നമ്മള് ഫാഷനൊക്കെ ആയിട്ട് ഡാ ഇപ്പൊ ഒരുവിധപ്പെട്ട പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാ, എടാ സുരേന്ദ്ര നിന്നെ എത്ര പ്രാവശ്യമായിട്ടാ ഞാൻ വിളിക്കണേ? ഭർത്താവിനെ വിളിക്കണേ, ഭർത്താവിനെ വിളിക്കണെന്ന്. ജോർജ് എന്തോറായി വിളിക്കണേ ജോർജ് അല്ലെങ്കിൽ സുരേഷ്. ആളുകൾ പെണ്ണുങ്ങളെ ഇപ്പം പണ്ടത്തെ ആ ചേട്ടാന്നുള്ള വിളിയൊക്കെ പോയിട്ട് ഇപ്പൊ എന്റെ ഭാര്യ എന്നെ വിളിക്കണം, എന്റെ മോള് വിളിക്കുന്നത് പാപ്പ എന്ന് വിളിക്കുക, ഞാൻ എന്റെ മോളെ പാപ്പ എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയും പാപ്പ എന്ന് വിളിക്കുള്ളൂ. അത് ചിലപ്പോൾ ഒരു എന്താ പറയുക ഇഷ്ടം കൊണ്ടും ഇതൊക്കെ ആയിരിക്കും. അത് ഓരോ വീടുകളിൽ ഓരോരുത്തർ വിളിക്കണമെന്ന്. എത്ര വലിയ സാധാരണക്കാരനായിട്ട് നമ്മളൊക്കെ വിളിച്ചു പഠിച്ചേക്കുന്നത് അച്ഛൻ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ അപ്പൻ. ഇങ്ങനെയുള്ള വളരെ സാധാ വീടുകളിലൊക്കെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പാവം കൂലിപ്പണി കഴിഞ്ഞു വന്നിരിക്കും ചോദിക്കുന്നു പപ്പാ ഡാഡി. അതൊന്നുമില്ല, നമുക്ക് നമ്മുടെ കേരള സംസ്കാരത്തിന് യോജിച്ചത് അച്ഛൻ അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ അപ്പൻ, അതാവാം അല്ലേ? ഒരിക്കലും പേരിന് സൂട്ടാവാത്ത ആൾക്കാർ പപ്പാ ഡാഡി എന്നൊക്കെ വിളിക്കും, മമ്മി എന്നൊക്കെ വിളിക്കും. എനിക്ക് ഭയങ്കര വിഷമാണ്. ഈ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ലോ ദൈവം എന്നുള്ളൊരു വല്ലാത്തൊരു ആവലാതിയാണ് എനിക്ക്. അതൊരു ട്രിപ്പിന് പോയപ്പോഴേ ഒരു നടിയുടെ അമ്മയിരിക്കുന്നു, നടി ഇരിക്കുന്നു. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഈ നടി ഇങ്ങനെ മമ്മി എന്ന് വിളിച്ചു. അപ്പൊ ഈ അവിടെ നിൽക്കുന്ന ചേട്ടൻ ഈ സ്ഥലത്താണ് മമ്മി എന്ന്, ഇതിനെ അമ്മ അല്ല അമ്മച്ചി. അത് കൂടുതലില്ല. ചില പോലീസ് പ്രതിനെ പിടിച്ചാൽ മതിയല്ലേ, പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ട് അത് ഞാൻ പറയാം, ഞാൻ പ്രതി പേര് ചോദിച്ചോ. എന്താ പേര്? എന്താ പേരെന്താ? എന്റെ പേര് ജോർജ് ഫെർണാണ്ടസ് അലക്സാണ്ടർ സിസ്രൂസ് റഷൻ. എന്താ ജോർജ് ഫെർണാണ്ടസ് അലക്സാണ്ടർ സിസ്രൂസ്. ശരി, എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ പോലീസ് പറഞ്ഞ എന്താ പറഞ്ഞ, ഞാൻ നിന്നെ ജോസ് എന്ന് വിളിക്കും. ജോർജ് ഫെർണാണ്ടസ് അലക്സാണ്ടർ ദുൽസൂസ് എന്നല്ല, ജോസ് എന്ന് വിളിക്കുമ്പോ നീ അവിടെ ഹാജരായാൽ മതി. ആ പേര് എഴുതാൻ പറ്റില്ല, ഏത് പോലീസുകാരനെ എഴുതാൻ പറ്റില്ല. ഇമ്മാതിരി പേരൊക്കെ ഇട്ട് എങ്ങനെയാ എഴുതണത്? ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രചോദം, ഇപ്പൊ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒക്കെ പഴയ കാലത്തിലേക്ക് എത്തി. കല്യാണി, പാറു, അച്ചു, അമ്മു, ജാനകി, സരസ്വതി, അമ്മിണി. അതൊരു നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ പേരുകളൊക്കെ കാണുമ്പോൾ തന്നെ പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് കുഞ്ഞു മക്കൾ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര സുഖം തോന്നുന്നുണ്ട്. എൻ്റെ മോളുടെ പേര് അമ്മു എന്നാണ്, ദിലീപിൻ്റെ മോളുടെ പേര് മീനാക്ഷി. അതൊക്കെ ഭയങ്കര ഒരു രസമുണ്ട്. അതേമാതിരി തന്നെ കൽപ്പന ചേച്ചിയുടെ മോളുടെ പേരും അങ്ങനെ കല്യാണി അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയാന്ന് തോന്നും കേട്ടോ. ആ പേരുകളൊക്കെ ഇടുന്നത് നല്ലത് തന്നെയാണ്. വീണ്ടും പഴയ കാലത്തിലേക്ക് വരുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം. നമ്മളിപ്പോൾ അത് എല്ലാവരും കൂടി ഓണത്തിനും വിഷുവിനൊക്കെ ഒത്തുകൂടുമ്പോൾ തന്നെ ഭയങ്കര ചിരിയും കളിയും ചാപ്പാടൊരുക്കലും കാര്യങ്ങളും ഈ കുട്ടികളുടെ തുള്ളിച്ചാട്ടവും ഈ വിറ്റുള്ള പേരൊക്കെ വിളിക്കുമ്പോൾ കല്യാണി, അമ്മു എവിടെ, പാറു എവിടെ, അമ്മിണിക്കുട്ടി എവിടെയാന്നൊക്കെ ചോദിക്കും. എൻ്റെ അമ്മയുടെ പേര് അമ്മിണി എന്നാണ്. അത് വിളിക്കാൻ തന്നെ ഒരു ലാളിത്തുണ്ടെന്നുള്ളതാണ്. അത് ചില പഴയ സാധനങ്ങളാണെങ്കിലേ പണ്ട് നമ്മൾ ഈ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഉപ്പുമാങ്ങ പറഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെക്കുമായിരുന്നു. അത് പിന്നീട് ഷെഡിൽ കയറി വീണ്ടും ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് സത്യം കേട്ടാ. അല്ല, നമ്മുടെ കാലത്തിന്റെ പ്രവണത മാറി. ഇപ്പോ പാൻസ് ഇടുമ്പോ പാൻസ് ഇവിടെ നിൽക്കണം, ജെട്ടി കണ്ടോളണം ഇപ്പൊ നിയമം. ഫ്രീക്കാന്ന് പറഞ്ഞിട്ട് പാൻസ് ഇവിടെ, എന്നിട്ട് ഓരോ പേരും ജട്ടിയുടെ പേരൊക്കെ എഴുതി കാണിച്ചിട്ട് ഫ്രീക്ക് എന്നും പറഞ്ഞു നടക്കുക. എന്തൊക്കെയാ ലോകത്ത് കണ്ടുമുട്ടണേന്ന് കാണണേന്ന് ഒന്നും മനസ്സിലാവണല്ലേ അങ്ങാതി. പണ്ടൊക്കെ പെണ്ണുങ്ങളൊരു ബ്ലൗസിന്റെ കൈ ഇവിടെ വരെ ഇരിക്കുമ്പോൾ എന്ത് ഐശ്വര്യാന്നറിയാം. ഭയങ്കര
ഒരു അടിത്തുണ്ടായിരുന്നു. ഇന്ന് കയ്യും ഇല്ല കാലും ഇല്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ്. അത് അങ്ങനത്തെ ഒരു ഫാഷൻ, ഫ്രീക്ക് ലോകം. പക്ഷേ ഈ ഫ്രീക്ക് ലോകം പോയി ഒരു മാതിരി ഒരു ഭ്രാന്ത് ലോകം ഔട്ട്. സത്യമാണത് അല്ലേ? പല കാലങ്ങൾ മാറുന്നുള്ള പെൺകുട്ടികളായ ഞാൻ മുടി വേണം. എൻ്റെ മോള് എന്നും പരാതിയാണ്, അച്ഛൻ മുടി വെക്കാൻ പറ്റില്ല അച്ഛാ, സ്കൂളിൽ മുടി വളർത്താൻ സമ്മതിക്കണില്ല അച്ഛാ. എന്നിട്ട് ഇപ്പൊ സ്കൂൾ പൂട്ട് വന്നിട്ട് എൻ്റെ മോള് കുളി കഴിഞ്ഞിട്ട് ഈ മുടി ചീർപ്പോണ്ട് ഇരുട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവൾക്ക് ആ മുടിയുടെ നീളം കാണുമ്പോൾ അവൾക്ക് തന്നെ ഒരു സന്തോഷമാണത്. കാരണം കുട്ടികൾക്കാകുമ്പോൾ മുടിയൊക്കെ വേണം, ഈ 2 വശത്തേക്ക് പിന്നിട്ട് ആ കാണാൻ തന്നെ ഒരു രസമല്ലേ. അതൊക്കെ കാലങ്ങൾ മാറിപ്പോയി തുടങ്ങി. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഈ മുടിയിലൊക്കെ കളർ കയറ്റി തുടങ്ങി. എല്ലാം മാറി. പണ്ട് നിര വരുമ്പോഴാണ് കളർ കയറ്റുന്നത്. ഇപ്പൊ കൊച്ചു കുട്ടികൾ 10-12 വയസ്സ് മുമ്പിലേക്ക് നിര കയറി തുടങ്ങി എന്നുള്ളതാണ്. മൊത്തം മാറി. പല പല കളറല്ലേ. വെയിലത്തേക്ക് ഇറങ്ങിയ 7 നിറാണ് ഒരാളുടെ തലയുടെ കളർ. മിന്നും മറഞ്ഞും തിങ്ങും ഇതഞ്ഞും അങ്ങനെയൊക്കെ. അതൊക്കെ ഓരെന്താ പറയുക, കാലം മാറുന്നതനുസരിച്ച് കോലം മാറുക എന്നല്ലാണ്ട് ഇതൊരു കുറ്റമായിട്ട് ആരും കൂട്ടണ്ട. അതെ, കാര്യം വേറൊന്നുമല്ല, അപ്പാച്ച സ്റ്റൈൽ വേണ്ട, നമുക്ക് അപ്പച്ചൻ സ്റ്റൈൽ അപ്പച്ചി വേണ്ട, നമുക്ക് അപ്പച്ചി സ്റ്റൈൽ മതി. ഇപ്പോഴത്തെ സ്റ്റൈൽ മതി, ഏറ്റവും നല്ലത് അല്ലേ. ഇപ്പൊ നമുക്ക് വേഷം എന്ന് പറഞ്ഞൊരു കേരളത്തിന്റെ തനിമ ഇപ്പോഴും ആ തനിമ തന്നെയാണ്. അതിപ്പോ നമ്മളിപ്പോ ഒരുമിച്ച് ഇപ്പൊ ഈ അമേരിക്ക പോയപ്പോ നമ്മൾ അനുഭവിച്ചല്ലോ. അവർ ആ സെറ്റും മുണ്ടും കസവും സാരിയും ഒക്കെ എടുത്ത് വരുന്ന കാണുമ്പോൾ, അതും അമേരിക്കയിലെ കാണുന്നത് എന്ത് രസമാണെന്നാണ്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഓണത്തിനൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ചേച്ചിമാരെല്ലാവരും വരുന്ന കാണും. മക്കളൊക്കെ പാവാടയും പട്ടും ഇതൊക്കെ എടുത്ത് വരുമ്പോൾ തന്നെ ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ വേഷം എന്നും തീർച്ചയായിട്ടും കേരളത്തിന്റെ വേഷം എന്നും നല്ല തന്നെയായിരിക്കും. പഴയ നല്ല സെറ്റും മുണ്ടും. അതുപോലെ കേരളത്തിലെ മങ്കമാർന്ന് കേട്ടാൽ അതൊരു ഐശ്വര്യമുള്ള പെണ്ണുങ്ങളാണെന്നുള്ളതാണ്. ആ മുല്ലപ്പൂവൊക്കെ ചൂടി വരുന്ന കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യം തന്നെ, ഒരു ദേവത വരുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെല്ലാ അമ്മമാരും പെങ്ങന്മാരും എല്ലാവരും നമ്മുടെ മക്കൾക്ക് പട്ടുപാവാടയും സെറ്റുമുണ്ടും സാരിയും അതേ പഴയ വേഷങ്ങളിലേക്കൊക്കെ വരണം. അവരുടെ പേരുകളൊക്കെ അമ്മു, പാറു, മീനാക്ഷി, കല്യാണിക്കുട്ടി, അമ്മിണി, അങ്ങനെ എല്ലാ പേരുകളും ഇട്ട് വരണം. അപ്പം ഇന്ന് നമ്മൾ കുറേ വിശേഷങ്ങൾ സംസാരിച്ചു. തീർച്ചയായിട്ടും. അപ്പം ഇന്നത്തെ ഫ്രീക്ക് ലോകങ്ങളെ കുറിച്ച്, തീർച്ചയായിട്ടും ഫ്രീക്ക് ലോകങ്ങളെ കുറിച്ച് നമ്മൾ അത്രയ്ക്കാണ് ഫ്രീക്ക് ആവുകയാണ്. വല്ലാണ്ട് ഫ്രീക്ക് ആയി കഴിഞ്ഞാൽ ആകെ കയ്യിൽ പോകും എല്ലാം കൂടിയിട്ട്. ഫ്രീക്ക് ലോകം പ്രാതലോകമായി. അതെ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും ഈ പരിപാടി ഇന്നിവിടെ സമാപിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാവർക്കും മണി വീണം വീട്ടുമ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഗുഡ് നൈറ്റ്.